ഫ്രണ്ട്സ്, ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് ട്രെയിനിലാണ്. ഞാൻ ഡൽഹിക്ക് പോവാണ്. എൻ്റെ കൂടെ നീനുണ്ട്, പിന്നെ സായിണ്ട്. ഇപ്പം എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡൽഹിക്ക് പോവാണ്. എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. നമ്മളൊരു ഫാമിലിനായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവരുടെ കൂടെയുള്ള കുട്ടീനായിട്ടൊക്കെ കളിച്ചു. പിന്നെ നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ആവണം. ട്രെയിനിലാകുമ്പോൾ നമുക്കിങ്ങനെ നടക്കുക എല്ലാം ചെയ്യാം. പക്ഷെ പ്ലെയിനിൽ അങ്ങനെയൊന്നും പറ്റില്ല. ഇരുന്നോട് തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ കമ്പനി ആവണമെന്നും അധികം പറ്റത്തില്ല. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ട്രെയിൻ. കൃഷി സ്ഥലമാണെന്നാ തോന്നണേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൃഷി സ്ഥലമാണെന്നാ തോന്നണേ. ഗായ്സ്, എനിക്ക് ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഓക്കാനാശൻ്റെ തൊട്ടിലാണ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ എൻ്റെ ഉമ്മമാനോട് വെച്ച് തൊട്ടിയിൽ കെട്ടിയാലോ. അപ്പോൾ എൻ്റെ ഉമ്മമ്മ സമ്മതിച്ചില്ല. ഫ്രണ്ട്സ്, എന്താ ഇപ്പം ചെയ്യുക? അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ. അവരെ കൂടെ കുറച്ച് റീൽസൊക്കെ എടുത്തു. അപ്പോൾ ഓറഞ്ച് കണ്ണാട ഇട്ടതായിരുന്നു, മുകളിലുള്ളായിരുന്നു ഞാൻ. പിന്നെ ആദ്യം തന്നെ കാണുന്നതാണ് എൻ്റെ അനിയത്തി. പിന്നെ നമ്മളിവിടെ എത്തി. എൻ്റെ ഉപ്പാനും ഉമ്മാനും കണ്ട് ഞാൻ സന്തോഷിച്ചു. അപ്പം എൻ്റെ ഉപ്പാനെ കണ്ടിട്ട് 6 മാസം, എൻ്റെ ഉമ്മാനെ കണ്ടിട്ട് 4 മാസമായി. അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ കരഞ്ഞു ഫ്രണ്ട്സ്. പിന്നെ എൻ്റെ ഉപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ നേരെ ഓടി എൻ്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഞാൻ ഇതുവരെ നിന്നത് എൻ്റെ ഉമ്മമാൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ കുറേ നേരം കരഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പ എനിക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ തന്നു. ഡയറി മിൽക്ക് 2 പേർക്കും തന്നു. അപ്പോൾ സന്തോഷമായി. ഏറ്റവും സന്തോഷമായത് എൻ്റെ ഉപ്പാനും ഉമ്മാനും കണ്ടതിലാണ്. പിന്നെ കുറച്ച് നമ്മളെ ഫ്രണ്ട്സൊക്കെ പുറത്തേക്ക് ഇറങ്ങി നമ്മളെ നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് ഷൈ ആയി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ എത്തി ഡൽഹിയിൽ. അപ്പോൾ നമ്മൾ റൂമൊക്കെ പോവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് കാണാം. അപ്പൊ നമ്മളെ റൂമ്. അപ്പൊ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഫ്രഷ് ആയി വന്ന് ഫുഡ് കഴിക്കാണ്. പുട്ടും ചിക്കൻ കറിയും പിന്നെ സായി ഉണ്ടാക്കിയ മത്തി അച്ചാറും. ഇത് പുട്ടും ചിക്കൻ കറിയും എൻ്റെ മമ്മ ഉണ്ടാക്കിയത്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാം.